ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫർഹാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ബ്രോസ്റ്റഡ് ചിക്കൻ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് ചിക്കനിലേക്കുള്ള മസാല തയ്യാറാക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഇവിടെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. കുറച്ചധികം വെളുത്തുള്ളിയാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 50 ഗ്രാമോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇനി ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് കാശ്മീരി ചില്ലിയാണ്. നിങ്ങളുടെ എരിവനുസരിച്ച് നിങ്ങൾക്ക് ഏത് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡറാണ്. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. 5 ടീസ്പൂൺ വിനെഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് പേസ്റ്റ് പരുവത്തിലാക്കി അരച്ചെടുക്കുകയാണ് വേണ്ടത്. നമ്മളിവിടെ 6 ചിക്കൻ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള പേസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ചിക്കൻ പീസ് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ തയ്യാറാക്കി വെച്ച പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇത് അരമണിക്കൂറോളം ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാണ് വേണ്ടത്. അതിന് മുമ്പേ നമുക്ക് ഇതിലേക്ക് കോൺഫ്ലേക്സ് ആവശ്യമാണ്. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ കോൺഫ്ലേക്സ് ആണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുത്ത് ക്രഷ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. കൂടുതൽ പൗഡറായി പോകരുത്, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കോൺഫ്ലവറാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ കോൺഫ്ലോർ പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മാരിനേറ്റ് ചെയ്ത ചിക്കൻ പീസുകൾ ഓരോന്നായിട്ട് ഇനി കോൺഫ്ലേക്സിലേക്കും കോൺഫ്ലോർ മിക്സിലേക്കും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ ചിക്കൻ പീസുകൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് കോട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇതുപോലെ എല്ലാ ചിക്കൻ പീസും ഞാനിവിടെ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഫ്രൈ ചെയ്യാനായിട്ട് ഇവിടെ ഒരു ഉരുളി വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ചൂടായതിന് ശേഷം നമുക്ക് ഓരോ ചിക്കൻ പീസുകളായി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു വശം നന്നായിട്ട് ക്രിസ്പിയായി വേവായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രോസ്റ്റഡ് ചിക്കൻ ഇതാ ഇവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ ചിക്കൻ പീസുകളൊക്കെ ഒന്ന് വേവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്
എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇത് നമ്മുടെ ചിക്കൻ പീസുകളൊക്കെ വേവായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ളൊരു ബ്രോസ്റ്റഡ് ചിക്കൻ ഇതാ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതേ രീതിയിലൊന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ തയ്യാറാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.